ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ആക്ച്വലി വൈകിട്ട് നമ്മുടെ കാപ്പിക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും കടി ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള കാര്യം. ഒരു സമയത്തും അതത്ര പെർഫെക്റ്റായിട്ട് വരാറില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള 4 മണി കാപ്പിക്കുള്ള കാര്യങ്ങളാണ് ബോളിയും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട്ടെ. പക്ഷേ കോഴിക്കോട്ടെ ഉണ്ടാക്കാൻ ഇന്ന് തീരുമാനമില്ല, പക്ഷേ ബോളി ഉണ്ടാക്കാൻ എനിക്ക് ധാരണയുണ്ട് ആക്ച്വലി. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേരളമായിട്ട് കടയിൽ ഇവിടെ പോയ സമയത്ത്, മീൻസ് ഇന്ത്യൻ കടയിൽ പോയ സമയത്ത് അവിടെ ഏത്തപ്പഴം കിട്ടിയാൽ ഒടുക്കത്തെ വിലയാണ്, 2 മേടിച്ചോളൂ. അപ്പോൾ അത് വെച്ചിട്ട് ബോളി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. 4 മണി കാപ്പിക്ക് വല്ലപ്പോഴും കുടിക്കാൻ പറഞ്ഞ വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ചായ ഒന്നും അത്ര ഒരു നമ്മുടെ നാട്ടിലുണ്ടാക്കുമ്പോൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റീസെൻ്റായിട്ട് ഇപ്പം എനിക്ക് ഷുഗർ അത്ര ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ ഷുഗറിൻ്റെ മറ്റേ നമ്മുടെ സ്വീറ്റ് ടാബ്ലറ്റ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ചായ സാധാരണ ഉണ്ടാക്കാറ്. അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 മണി കാപ്പിക്കാണെങ്കിൽ ഞാൻ ഒന്നും ഉണ്ടാക്കി കഴിക്കാറില്ല അങ്ങനെ. അപ്പം ഇന്ന് ഞാനിങ്ങനെ നല്ലൊരു ദിവസമാണ്, ഫ്രീ ആണ്. അപ്പം ബോളി ഉണ്ടാക്കി കഴിച്ചാലെന്ന് ആലോചിക്കുകയാണ്. എനിക്ക് എൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷേ എങ്കിൽ കൂടിയും അറിയാവുന്ന രീതിയിൽ അതുപോലെ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ധാരണയിലാണ് നിൽക്കുന്നത്. അപ്പം അതിനുള്ള ബാറ്ററും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം അതിൻ്റെ റെസിപ്പി. ഹോപ്പ്ഫുള്ളി അത് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യണം, കാരണം നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ നാട്ടിലത്തെ ബനാന, നമ്മുടെ ഏത്തപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ബോളി അല്ലെന്നുണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കണം എന്നുള്ള കാര്യം. സോ എനിക്ക് അത്ര നന്നായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരവും ആണ് പഴംപൊരിയും അതുപോലെ തന്നെ കോഴിക്കോട്ടയും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പഴംപൊരിയാണ്. അപ്പം ഞാൻ നമ്മുടെ മാവൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിനകത്ത് ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് മാവ് കറക്റ്റായിട്ട് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടിപൊളിയായിട്ടത് മുക്കി പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പഴംപൊരി കഴിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നി ഉണ്ടാക്കാൻ തുടങ്ങുന്നതും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് കാണണം കേട്ടോ. ഇവനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഇവിടുത്തെ വില കേട്ടാൽ നമ്മുടെ ഞെട്ടും. നല്ല വിലയാണ് ഏത്തപ്പഴത്തിന്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഷോപ്പിൽ പോയ സമയത്ത് 2 ഏത്തപ്പഴമാണ് മേടിച്ചുകൊണ്ട് വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിലോ കണക്കിന് സാധനം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവണമാണ്, പക്ഷേ ഇവിടെ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ വില നോക്കിയില്ല, കൊതി കാരണം ഞാൻ ഇന്ന് മേടിച്ചിട്ട് വന്നേക്കുവാണ്. ഞാൻ പഞ്ചസാര അല്ല ഇട്ടേക്കുന്നത്, പഞ്ചസാരയ്ക്ക് പകരം ഞാൻ നമ്മുടെ സ്വീറ്റ്നറാണ് ഇട്ടേക്കുന്നത്. എനിക്ക് ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുള്ളിൽ അതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞയായിട്ടാണ് ബാറ്റർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചില നെയ്യും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇട്ട് കൊടുത്ത് അത് വറുത്തെടുക്കാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റപ്പാക്കി എടുക്കാം കേട്ടോ. കുറച്ച് വലിയ ചട്ടിയാണ് എടുത്തേക്കുന്നത്, കാരണം നമ്മുടെ ഏത്തപ്പഴത്തിന് നല്ല നീളം ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിയ ചട്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം ഇടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ നെയ്യ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ഒരു സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ സൺഫ്ലവറിൻ്റെ ഓയിൽ അത്യാവശ്യം നമുക്കിത് വറുത്തെടുക്കാൻ പാകത്തിനുള്ള ഓയിലും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കും. ഒത്തിരി ഒഴിയുന്നില്ല, അത്യാവശ്യം. ഇത് നന്നായിട്ടാണ് കുറച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി ഏലക്കായുടെ ഒരു കുഞ്ഞ് കഷ്ണം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാറ്ററിനുള്ളിലേക്ക് മുക്കിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. കട്ടിയായിട്ടാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏത്തക്കായ എടുത്തിട്ട് നമുക്ക് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മുക്കി 2 സൈഡും മാവ് പിടിക്കാൻ ഭാഗത്തിനിട്ടിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ചൊഴിച്ച് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. എത്രത്തോളം വിജയിക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ നോക്കാം. ഒരെണ്ണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. പഴം കണ്ടിച്ചതൊക്കെ വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ
ബാലൻസൊക്കെ വരുമെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം, ബാലൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മാവിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് സെറ്റപ്പായി വന്നിട്ട് അടുത്തിട്ട് കൊടുക്കുക. നമ്മുടെ നാട്ടിലെ പഴംപൊരി പോലെ നന്നായിട്ടാക്കി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പഴമൊക്കെ കണ്ടിച്ച് വളരെ കറക്റ്റായിരുന്നു. അതുപോലെ മാവ് ഉണ്ടാക്കിയതും നല്ല കൺസിസ്റ്റൻസി തന്നെയാണ് ഉണ്ടാക്കിയത്. കറക്റ്റ് ആ ഒരു ഇതിൽ വരുകയും ചെയ്തു. പക്ഷേ ഇനി എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഉണ്ടാക്കി നോക്കാം. അത്യാവശ്യം സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ബാറ്റർ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ തന്നെ വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏകദേശം ഒപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇത് പൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പഴംപൊരി പോലെ തന്നെ ഇല്ലേ ഇത്? നമ്മുടെ നാട്ടിൽ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പഴംപൊരി പോലെ തന്നെയുണ്ട്. അപ്പം അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ മോസ്റ്റ്ലി വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. പഴംപൊരി കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ ആകെ 4 കഷ്ണമാണ് ഉണ്ടാക്കി. ഒരു ചെറിയ ബനാന ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് 4 പീസാണ് ഉണ്ടാക്കിയത്. കണ്ടോ ഗൈസ്, നല്ല എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണ്. ഇതുവരെയായിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാത്ത ഒരാളാണ്. പക്ഷെ ആദ്യമായിട്ട് ചെയ്തതാണ്. വളരെ നന്നായിട്ട് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കുറച്ച് നാളത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു ബോളി ഉണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. ഇവിടെ വന്ന പിന്നെ ഇതുവരെയായിട്ടും പഴംപൊരി ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കണമെന്ന് പലപ്പോഴായിട്ട് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നടന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഷോപ്പിൽ പോയ സമയത്ത് ബനാന മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിലയാണ്, പക്ഷെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് ഒരു കുറേ നേരം എടുത്തിട്ട് നമ്മുടെ ബോളി റെഡിയായിട്ടുണ്ട്. അപ്പം ഇതാണ് അത് പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിലുള്ളൂ, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണ പോലെ തന്നെ നമ്മുടെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ബോളിനെ പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്കറിയാലോ, നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. എന്തുകൊണ്ടോ, ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്, ഇപ്പോൾ ഉണ്ടാക്കിയ കാര്യമാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ബോളി ഉണ്ടാക്കുന്നത് തന്നെ. ഉണ്ടാക്കാനുള്ള പ്രൊസീജിയർ എനിക്ക് ഏകദേശമൊക്കെ ആ ഒരു പ്രോസസ്സൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായില്ല. കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അല്ലെങ്കിൽ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറാണ് പതിവ്. അപ്പം ഉണ്ടാക്കണം എന്ന് തോന്നി, അപ്പം തന്നെ എടുത്തുണ്ടാക്കി. പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നതാണ്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ശരിക്കും കണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, നമ്മുടെ കടയിൽ മേടിക്കാൻ കിട്ടുന്ന അതേ ബോളി മാതിരി നല്ല കറക്റ്റായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കഴിച്ചു നോക്കാം. കർത്താവേ, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പൊളി ടേസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബോളിനേക്കാൾ ഇച്ചിരി കൂടെ നല്ലതായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. വെരി ടേസ്റ്റി.